PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അധ്യാപക മേഖലയെ സംബന്ധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. PSC സംബന്ധമായിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ PSC അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ വഴി വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. മിഷൻ LPUP 2026-27 നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു HSS സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അധ്യാപക മേഖലയെ സംബന്ധിക്കുന്ന ഏതൊരു വിവരങ്ങളും എക്സാമിനൊക്കെ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അധ്യാപക മേഖലയിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കില്ലേ? വേറൊന്നുമല്ല, ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയാകുന്നത്. അപ്പൊ അധ്യാപകരായിട്ടുള്ള നിങ്ങൾ അത് ഓരോരുത്തരും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് ന്യൂസ് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അധ്യാപക നിയമനത്തിൽ ഹൈക്കോടതിയുടെ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം എയ്ഡഡ് സ്കൂളുകളിൽ കോഴ വാങ്ങി അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ട് അധ്യാപകരെ നിയമിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇങ്ങനെ പൈസ വാങ്ങിയ അധ്യാപകരെ നിയമിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളിലെ കുറച്ച് അധ്യാപകർ ചേർന്ന് അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് കോടതിയെ സമർപ്പിക്കുകയും ആ കേസ് കോടതി പരിഗണിക്കുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സ്കൂളുകൾ നിയമിക്കുന്നത്? സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മൾ BEdോ TTCയോ DEdോ എന്താണോ നമ്മൾ പാസ്സാകുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതാത് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ സ്കൂൾ ലെവലാണെങ്കിൽ കേറ്റഡ് 1 മുതൽ 4 വരെ ഉണ്ട്. അതല്ല +2 ലെവലാണെങ്കിൽ സെറ്റ് ഉണ്ട്. എന്താണ് അതുപോലെ കോളേജ് ലെവലൊക്കെ ആണെങ്കിൽ നെറ്റ് എക്സാം പാസ്സാവണം. അല്ലെങ്കിൽ PhD പോലുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ക്വാളിഫൈഡ് എക്സാം പാസ്സായി പിന്നീട് PSC എക്സാം എഴുതി അതിന്റെ ലിസ്റ്റ് വന്ന് ഇന്റർവ്യൂ പാസ്സായി മെയിൻ ലിസ്റ്റ് വന്ന് പിന്നീടാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകർക്ക് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി കൊടുക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഇപ്പൊ ഡിഗ്രി ആണോ അല്ലെങ്കിൽ BEd പാസ്സാവുന്നു, PG പാസ്സാവുന്നു, ഡിഗ്രി പാസ്സാവുന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് സീറ്റിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് സീറ്റിന് കൊടുക്കുകയും ക്വാളിഫിക്കേഷനോ മാർക്കോ ഒന്നും നോക്കാതെ ഏറ്റവും കൂടുതൽ ആ ഒരു പോസ്റ്റിലേക്ക് ആരാണോ ലക്ഷങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നത് അവരിലേക്ക് യാതൊരു മാനദണ്ഡം നോക്കാതെ ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ എന്ത് ചെയ്യുന്നു? പിറ്റേ ദിവസം ഒരു ടീച്ചറായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പൈസ ഉള്ളവന് മാത്രം ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും അവിടെ ശമ്പളം കൊടുക്കുന്നത് എവിടെ നിന്നാ? സർക്കാരിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ സർക്കാരിന് ശമ്പളം കൊടുക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളിൽ ഇത്തരം ലക്ഷങ്ങൾ കോഴ വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ പൈസ വാങ്ങിക്കൊണ്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചർമാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ പൈസ ഉള്ളവർക്ക് മാത്രം ജോലിയുടെ മുൻഗണന എന്ന് പറയുന്ന അധ്യാപക മേഖലയിലെ ഈ എയ്ഡഡ് സ്കൂളിലെ ഇത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ് അവസാനിപ്പിക്കേണ്ട കാലം എന്ന് പറഞ്ഞ് അതിക്രമിച്ച് വളരെ 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 അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? എയ്ഡഡ് സ്കൂൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റിട്ടയർഡ് ഏകദേശം ആകാറായിട്ടുള്ള ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപകൻ അവരുടെ മക്കളെ എന്ത് ചെയ്യും? BEdനോ TTCയോ പഠിപ്പിക്കും. അതിനുശേഷം ഇവർ റിട്ടയർഡ് ആവുന്ന അതേ വേക്കൻസിയിൽ ഈ പൈസ കൊടുത്തിട്ട് ആരെ ഇങ്ങോട്ട് കയറ്റും? മകനെയോ മകളെയോ കയറ്റും. ഇപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് തന്നെ നിലവിലുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ കാശുള്ളവന് മാത്രമല്ലല്ലോ ജോലി ആഗ്രഹിക്കുന്നു, ജീവിക്കുന്നു, പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് കൂടി ഒരു അവസരം വേണ്ട. അപ്പൊ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ കുട്ടികൾ ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിനെ എടുക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇത് എടുക്കുന്നത്? മറ്റുള്ളവരുടെ ജോലി അവസരം അല്ലെങ്കിൽ ഒരു പരീക്ഷ തന്നെ PSCയുടെ കീഴിൽ തന്നെയാക്കും. അപ്പൊ ഈ ഗവൺമെന്റ് ആണല്ലോ എയ്ഡഡ് സ്കൂളിലായാലും ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലക്ഷങ്ങൾ കോഴ മേടിച്ച് ഓരോ മാനേജ്മെന്റുകൾ ഈ തരത്തിലുള്ള സീറ്റുകൾ കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള മാനേജ്മെന്റുകൾ ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ സീറ്റ് മേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഓരോ സീറ്റിനും ഹൈസ്കൂളിലൊക്കെ ചോദിക്കുന്ന 50, 60, 40 ലക്ഷങ്ങളാണ്. സത്യം പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ഇവരത് ചെയ്യുന്നത്? പൈസ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കാനായിട്ട് ഒരു 50 ലക്ഷം രൂപയുണ്ട്, എനിക്ക് താല്പര്യമാണ്, ഞാൻ എന്തിനാണ് ഈ 50 ലക്ഷം രൂപ കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് ഒരു സ്കൂൾ ടീച്ചർ പോസ്റ്റിലേക്ക് കയറി പോകുന്നത്? ആ 50 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് സുഖമായിട്ട് പലിശ മേടിച്ച് എല്ലായിടത്തും സമാധാനത്തിരിക്കാൻ പോലെ പണി മേടിക്കാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്തിനു വേണ്ടി ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് പോയി വീണ്ടും പണിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതില്ല, ബാങ്കിലൂടെ ചിലപ്പോൾ അത്രയും കിട്ടുന്ന ശമ്പളത്തെക്കാളും കുറച്ച് കുറവായിരിക്കാം. എന്നിരുന്നാൽ എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു? ശരിക്കും നിർബാധികം ഇത് കർശനമായിട്ട് വിലക്കേണ്ടതാണ്.
ശരിക്കും PSCക്ക് തന്നെ എയ്ഡഡ് സ്കൂളുകളുടെ ഇത് തന്നെ വിടണം. കാരണം സർക്കാരിന് ശമ്പളം കൊടുക്കാൻ അറിയാമെങ്കിൽ സർക്കാർ നിയമിക്കുന്നവർക്കും അവിടെ കയറിയിരിക്കാനുള്ള യോഗ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോ ഏതൊരു കമ്മ്യൂണിറ്റിയും, അതിപ്പോ റിസർവേഷൻ നോക്കുന്ന ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഏത് വിദ്യാഭ്യാസ സ്ഥാപനവും ഏത് മതത്തിന്റെ പേരിൽ നടത്തുന്നതായിക്കോട്ടെ, എല്ലാവരും ഈക്വൽ ആയിട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ എങ്ങനെ ടീച്ചേഴ്സിനെ എടുക്കുന്നു അതേ രീതിയിലുള്ള പരീക്ഷ നടത്തി, ഇന്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് ഇട്ട് തന്നെ മസ്റ്റ് ആയിട്ടും 100 അധ്യാപകരുണ്ട് എയ്ഡഡ് സ്കൂളിൽ, 100 പേരെയും അങ്ങനെ തന്നെ സെലക്ട് ചെയ്യണം. ഒരാളെ പോലും ഈ പൈസ മേടിച്ച് സെലക്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷെ ഞാൻ എന്ത് അഭിപ്രായം പറഞ്ഞാൽ അതിന് വിലപ്പോവൊന്നുമില്ല. അത് ആര് പറഞ്ഞാലും വിലപ്പോവില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് ഒരുപക്ഷെ ഇല്ലാണ്ടായി പോകാൻ സാധിക്കും. ചിലപ്പോൾ ചുമ്മാ ഹൈക്കോടതിയുടെ ഒരു ചോദ്യം മാത്രമായിട്ട് ഇത് നിൽക്കുകയും ചെയ്യാം. ഒന്നും സംഭവിക്കാതെയും പോകാം. ചിലപ്പോൾ നല്ല രീതിയിൽ സംഭവിക്കട്ടെ. അതിന് തുടർ നടപടി ഹൈക്കോടതി സ്വീകരിക്കട്ടെ. എല്ലാവർക്കും എന്താണ് ഇത്തരത്തിലുള്ള കോഴ വാങ്ങാതെ, പൈസ വാങ്ങാതെ എല്ലാവർക്കും ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ? അപ്പൊ ആരെങ്കിലും ഈ ന്യൂസ് അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിയട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോ എന്റെ ഈ കമന്റ് ബോക്സിൽ ഇത് ഞങ്ങൾക്ക് ഇപ്പോഴാണോ കോടതിക്ക് ഓർമ്മ വന്ന് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമില്ലേ, ഇപ്പോഴാണോ നിങ്ങൾ ഈ ന്യൂസ് കണ്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയാൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് പറയണ്ട. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല. ഇത് എന്താണ് TV-യിൽ ഫ്ലാഷ് ന്യൂസ് അടിച്ചു പോയിരുന്ന കണ്ട സംഭവമാണ്. അപ്പൊ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് മാത്രം വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.